ജീവിതത്തിൽ നിന്നോട് മാത്രം പങ്കുവച്ച പല കാര്യങ്ങളും അവൻ വിക്രമിനോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മുഴുവൻ വിക്രം കേട്ടിരുന്നിട്ടുണ്ടെങ്കിൽ അവർ തമ്മിലുള്ള ബന്ധത്തിൽ ഒരു സത്യം ഉണ്ടെന്ന് വിശ്വസിക്കേണ്ടി വരില്ലേ ദീപ്തി? മോളെ, അങ്ങനെയുള്ള ഒരാൾക്ക് വരുണിനെതിരെ അങ്ങനെ ചെയ്യാൻ കഴിയൂ? ആ കാര്യങ്ങൾ പറയുമ്പോ വിക്രം ശരിക്കും ഭരക്കിയായിരുന്നു. ചെറുപ്പം മുതൽ അത്രയും ട്രോമയിലൂടെ കടന്നുപോയ ഒരാളുടെ സ്വഭാവത്തിൽ സംഭവിച്ചതിനെല്ലാം തനിക്ക് ന്യായം കണ്ടെത്താനായി എന്നാണ് വിക്രം എന്നോട് പറഞ്ഞത്. നിനക്കിനിയും വിക്രത്തെ സംശയിക്കാം, വിക്രമാണ് ആ കൊലയുടെ പിന്നിലെന്ന് വിശ്വസിക്കാം. പക്ഷെ അതങ്ങനെയല്ലെന്ന് എനിക്ക് ഉറച്ച വിശ്വാസമുണ്ട്. ചേച്ചിയുടെ ഭർത്താവിനെ വെള്ളപൂശി എടുക്കുന്നത് ചേച്ചിയുടെ ആവശ്യമാണല്ലോ അല്ലേ? ഒരിക്കലും അല്ല ദീപ്തി, നീ കാണുന്നത് പോലെ അല്ല യാഥാർത്ഥ്യങ്ങൾ. എല്ലാം എനിക്ക് നിന്നോട് പറയാനാവില്ല. അതുകൊണ്ടാ. വേദേശി വിക്രമേട്ടനല്ല പ്രതി എന്ന് പറയും പോലെ വിക്രമേട്ടനാണ് ഇത് ചെയ്തതെന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ആളുകളുമുണ്ട്. ശ്രീയേട്ടനായിരിക്കും. ആ വാദം തെറ്റാണെന്ന് എനിക്ക് കൂടി തോന്നുന്നുണ്ട് ചേച്ചി. വിക്രമേട്ടൻ അത് ചെയ്തുവെന്ന് പുറത്തുള്ള ഒരാളല്ല അത് പറയുന്നത്. അവരുടെ പാർട്ടിയിൽ തന്നെയുള്ള, അതും ശ്രീനിവാസിന്റെ പേഴ്സണൽ സെക്രട്ടറി പോലെ കൂടെ നടക്കുന്ന ആളാ. ശ്രീയേട്ടൻ അച്ഛനോട് പറയുന്നത് ഞാൻ കേട്ടതാ. എന്തിനും ഏതിനും ആളുകളെ പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന ലോകമാണ് മോളെ ഇത്. സ്വന്തമാണെന്ന് തോന്നുന്ന ചിലരെ രക്ഷിക്കാൻ കൂടെപ്പിറപ്പുകളെ പോലും തള്ളി പറയുന്ന മറ്റു ചിലരുടെ കൂടി ലോകമാണിത്. വേദേശി, ഇത്രയും പറഞ്ഞതില് എനിക്കൊരു കാര്യം മനസ്സിലായി. വിക്രമേട്ടൻ ഇപ്പൊ എവിടെയുണ്ടെന്ന് വേദേശിക്കറിയാം. നിങ്ങൾ തമ്മിൽ ഫ്രീക്വന്റ് ആയിട്ട് കോണ്ടാക്റ്റും ഉണ്ട്. എനിക്കറിയാം, ഞങ്ങൾ തമ്മിൽ കോണ്ടാക്ട് ഉണ്ട്. വിക്രമിന്റെ ഭാര്യ എന്ന നിലയിൽ മാത്രമല്ല, വിക്രമിന് വേണ്ടി കോടതിയിൽ ഹാജരാവാൻ പോകുന്ന വക്കീൽ എന്ന നിലയിലും ആരൊക്കെ വിക്രത്തിനെതിരെ വന്നാലും ആ നിരപരാധിത്വം ഞാൻ തെളിയിച്ചിരിക്കും. വ്യക്തിപരമായ ഒരു നഷ്ടത്തിന്റെ സങ്കടത്തിലാണ് നീ. അതുകൊണ്ട് തന്നെ നിന്നെ തെറ്റിദ്ധരിപ്പിക്കാനും പറഞ്ഞ് ബോധ്യപ്പെടുത്താനും എളുപ്പമാണ്. പക്ഷെ അവസാനം സത്യത്തിനല്ലേ ജയിക്കാനാവും. നമുക്ക് നോക്കാം. ഇതുകൊണ്ടൊന്നും വിക്രമേട്ടനല്ല ഇത് ചെയ്തതെന്ന് എന്നെ വിശ്വസിക്കാനാവില്ല വേദേശി. വിശ്വട്ട രാവിലെ പോയതല്ലേ? എവിടെയായിരുന്നു ഇത്രയും നേരം? അയാൾ വന്ന ആകെ പ്രശ്നമൊക്കെയല്ലേ. ഞാൻ ശ്രീനി സാറിന്റെ വീട്ടിൽ തന്നെയായിരുന്നു. എന്തെങ്കിലും വിവരം എവിടെ നിന്ന് കിട്ടുന്ന കരുതി കാത്തിരുന്നതാ. പക്ഷെ ഒന്നും ഉണ്ടായില്ല. അച്ഛനെവിടെയാ? വിശ്വട്ടിന് കാത്തിരിപ്പുണ്ട്. എന്തായി മോനെ, എന്തെങ്കിലും വിവരം? ഇല്ല. അപ്പൊ വിക്രം എവിടെയാണെന്നെ പറ്റി ശ്രീനിസാറിന് ഒരു അറിവില്ലെന്നാണോ? അതെ, ശ്രീനിവാസിന് മാത്രമല്ല അവന്റെ കൂട്ടുകാർക്കും ഒരു വിവരമില്ല. അവൻ ആദ്യം ഒളിച്ചു കഴിഞ്ഞത് തെക്കുമാറി കടപ്പുറത്തിനടുത്തുള്ള ഒരു ഷെഡിലായിരുന്നു. അവിടെ നിന്ന് ശ്രീനിവാസിന്റെ പരിചയത്തിലുള്ള ഒരു സ്ഥലത്തേക്ക് മാറ്റാനായിരുന്നു അവരുടെ പരിപാടി. പക്ഷെ അന്ന് രാത്രി തന്നെ വാസനോട് എത്തിയിട്ടുണ്ട്. എന്നിട്ട് വാസവൻ വിക്രമനെ കണ്ടോ? അറിയില്ല അച്ഛാ. ആ രാജേട്ടനും ജോസഫും വാസാനം കൊണ്ട് പോകുന്നത് കണ്ടിട്ടുണ്ട്. അവര് പിന്നാലെ നോക്കുമ്പോ വിക്രം അവിടെ ഇല്ല. വിക്രം വാസവന്റെ കസ്റ്റഡിയിലുണ്ടെങ്കിൽ അയാൾ ഇവിടെ ഇങ്ങനെ കുഴപ്പമുണ്ടാക്കേണ്ട കാര്യമുണ്ടോ? അത് അയാളുടെ ഒരു നാടകമാണെങ്കിലും. ഏയ്, അങ്ങനെ ഒരിക്കലും സംഭവിക്കില്ല. വാസവന്റെ കയ്യിൽ പെടാതെ വിക്രത്തെ സൂക്ഷിച്ചിരിക്കുന്നത് ശ്രീനിവാസന. അത് അയാൾ തൽക്കാലം വെളിപ്പെടുത്താതിരിക്കാനേ തരുള്ളൂ. ഉറപ്പാണോ മാഷെ? അവനെ അയാള് സേഫായിട്ട് വെച്ചിട്ടുണ്ടാവുന്നാണോ? ഒറ്റയ്ക്ക് ജീവിതം തുടങ്ങിയപ്പോ മുതല് അവൻ അയാളുടെ കൂടെയല്ലേ. ഉറപ്പായും അയാൾ അവനെ സംരക്ഷിക്കാതിരിക്കോ? ശ്രീനിവാസൻ ഇന്ന് പറഞ്ഞത് മുഴുവൻ വരുണിന്റെ കൊലപാതകി ആരാണെന്ന് കണ്ടെത്തുന്നതിനെ പറ്റിയാണ്. അതെ, അത് കണ്ടെത്തുന്നത് വരെ വിക്രത്തെ ആരുടെയും കയ്യിൽ പെടാതെ സൂക്ഷിക്കാനുള്ള ഉത്തരവാദിത്തം അയാൾക്കുണ്ടല്ലോ. അത് അയാൾ പുറത്തു പറയാത്തത് വിക്രത്തിന്റെ രക്ഷാകൃതിയാണെങ്കിലും വരുണിന്റെ യഥാർത്ഥ കൊലപാതകയെ കണ്ടെത്തുകയും വിക്രത്തിന് മേൽ ഇപ്പോഴുള്ള കേസ് ഒഴിവാക്കുകയും ചെയ്യുന്നത് വരെ അവൻ പുറത്തു വരാതെ സൂക്ഷിക്കുന്നതായിരിക്കും അയാളുടെ ഉദ്ദേശം. അങ്ങനെയാണെങ്കിൽ അത് നല്ലതാ. പക്ഷെ സംശയിക്കണ്ട, അത് അങ്ങനെ അവനെ തരുള്ളൂ. കമല, നീ ചെന്ന് കിടക്കാൻ നോക്ക്. ഒരുപാട് കാലം അവനെക്കുറിച്ചുള്ള ആദ്യോടെ ഉറങ്ങാതെ കിടന്നിട്ടുള്ളതല്ലേ. ഇനി അത് വേണ്ട. ഞാൻ പറഞ്ഞില്ലേ, അവൻ ഏറ്റവും സുരക്ഷിതമായ ഒരു സ്ഥലത്താണുള്ളതെന്ന് എന്റെ മനസ്സ് പറയുന്നുണ്ട്. നമ്മുടെ മകനൊന്നും സംഭവിക്കില്ല. നീ ധൈര്യമായി ചെന്ന് കിടന്ന് ഉറങ്ങാൻ നോക്ക്. ശ്രീജെ, അമ്മയെ കൂടി ചെന്ന് കിടത്ത്. ഇനി ഉറക്കൊഴിക്കണ്ട. അമ്മ വാ, ഞാൻ പോയിക്കോളാം മോളെ, സാരമില്ല. ഹലോ, സുധാകരൻ മാഷല്ലേടോ? അതെ, ആരാ? ഞാൻ സ്ഥലം എസ് ഐ ആണേ. എന്താ സാർ കാര്യം? തന്റെ മറ്റേ രണ്ട് മക്കൾ അവിടെ ഉണ്ടോ, അതോ അവർ ഒളിയിൽ പോയോ? അവരെന്തിനാ പോകുന്നത്? അവരൊരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ. എന്നാ അവരെ രണ്ടുപേരെയും കൂടെ കൂട്ടി താൻ നാളെ ഇവിടെ വരെ ഒന്ന് വരണം. എന്താ സാർ കാര്യം? കുറച്ച് കാര്യങ്ങൾ ചോദിച്ചറിയാനോടോ. വന്നില്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് വരും. വീട്ടിൽ പെണ്ണുങ്ങളൊക്കെ ഉള്ളതല്ലേ, നമ്മൾ എന്തിനാ അവരെ വിഷമിപ്പിക്കുന്നേ? നമുക്ക് നാളെ കാണാം. ഓക്കെ? എന്താ അച്ഛാ? നാളെ നമ്മൾ 3 പേരും കൂടി സ്റ്റേഷനിലോട്ട് ചെല്ലണമെന്ന്. അതിന് ചെന്നാലല്ലേ അറിയാൻ പറ്റൂ. നമുക്ക് നോക്കാം. അച്ഛൻ വിക്രം ശ്രീനിവാസന്റെ കസ്റ്റഡിയിലുണ്ടാവുന്ന അച്ഛൻ പറഞ്ഞത് സത്യമായിരിക്കും? അച്ഛനത് ഉറപ്പുണ്ടോ? എന്റെ ഉറപ്പിനേക്കാൾ ഇപ്പോൾ എനിക്ക് പ്രധാനം കമലയുടെ മനസ്സാ. ആ മനസ്സിന് ശക്തി കിട്ടാൻ അങ്ങനെ ഒരു വിശ്വാസം മതിയെങ്കിൽ അത് കള്ളമാണെങ്കിലും ഞാൻ അങ്ങനെ പറയൂ. അപ്പൊ അങ്ങനെ ഒരു ഉറപ്പൊന്നും ഇല്ലല്ലേ? പറയുന്ന കേട്ടപ്പോ ഞാൻ കരുതി ശ്രീനി സാറിന്റെ തട്ടുമുറത്ത് അവൻ ഉണ്ടോ ഉറങ്ങി കിടക്കുവാന്ന്. അച്ഛൻ പറയുന്നത് കേട്ടപ്പോഴാ ഞാനൊന്ന് സമാധാനിച്ചത്. അത് അമ്മയെ ബോധ്യപ്പെടുത്താനുള്ള ഒരു കള്ളം മാത്രമാണെന്ന് ഇപ്പോഴാ മനസ്സിലായത്. എനിക്കത് ആദ്യമേ മനസ്സിലായി. അതാ ഞാൻ ഒന്നും പറയാതിരുന്നു. നമ്മുടെ കളി ഇരിക്കില്ല ശ്രീനി സാർ. മുമ്പൊക്കെ എങ്ങനെ എന്തെങ്കിലും കേസുണ്ടായ മാറി നിൽക്കേണ്ടി വന്ന ആരുടെങ്കിലും മൊബൈൽ വഴി അവൻ ശ്രീനി സാറിനെ വിളിക്കാറുണ്ടായിരുന്നു. അത്ര ഇതിപ്പോ ആ നടന്നില്ല. അതെന്താവും കാരണം? അവന് ശ്രീനി സാറിലെ വിശ്വാസം പോയി കാണോ? ഏയ്, അങ്ങനെയാവാൻ തരയില്ല. ഇപ്പോഴത്തെ അവസ്ഥയിൽ മൊബൈൽ ഓൺ ചെയ്യുന്നത് അപകടമാണെന്ന് അവന് തോന്നിയിരിക്കണം. എന്തൊരു കഷ്ടമാണല്ലോ വിശ്വട്ട അവന്റെ ജീവിതം. വേദയാണെങ്കിൽ വീട് വിട്ട് അവളുടെ വീട്ടിലും വിക്രം ഒളിവിലും. ഇതിന്റെയൊക്കെ യഥാർത്ഥ കാരണം എന്താണെന്ന് പിടികിട്ടാതെ നമ്മളും. വേദ വന്നപ്പോഴാ എനിക്ക് ശരിക്കും ഒരു അനിയത്തി കിട്ടിയ പോലെ തോന്നിയത്. എന്തിനും എനിക്കൊരു താങ്ങായിരുന്നു അവള്. സ്വന്തം കാലിൽ അധ്വാനിച്ച് ജീവിക്കുന്നതിന്റെ സന്തോഷം എന്താണെന്ന് ഞാൻ അനുഭവിച്ചത് അവള് കാരണം. എന്നിട്ടിപ്പോ നിന്റെ കാര്യത്തിൽ മാത്രമല്ല ശ്രീജയ്, ഈ വീട്ടിൽ എല്ലാവരുടെയും ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടാ അവിടെ പോയത്. അച്ഛനും വിക്രം എങ്ങനെയൊക്കെ ആവുമെന്ന് നീയോ ഞാനോ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടുണ്ടോ? എന്തിന് വിക്രം പോലും മാറിപ്പോയില്ലേ? ഇപ്പോഴത്തെ അവസ്ഥയിൽ എവിടെയാണെന്ന് ശ്രീനി സാറിനോട് പോലും അറിയിക്കാതെ അവൻ മാറി നിൽക്കുന്നുണ്ടെങ്കിൽ അത് വേദയോട് കൊടുത്ത വാക്ക് പാലിക്കാനായിരിക്കില്ലേ? പക്ഷേ ഇലക്ഷൻ വരെ ശ്രീനിവാസിന് വേണ്ടി പ്രവർത്തിക്കുമെന്നല്ല അവൻ പറഞ്ഞത്. അതെ, പക്ഷേ ഈ അവസ്ഥയിൽ അതിന് കഴിയില്ലല്ലോ. അതുകൊണ്ട് ഇപ്പോഴേ എല്ലാ ബന്ധങ്ങളും വിട്ട് അവൻ മാറി നിൽക്കുകയാണെങ്കിലും. അങ്ങനെയാണെങ്കിൽ അവൻ എവിടെയുണ്ടെന്ന് ചിലപ്പോ വേദയ്ക്ക് അറിയാമെങ്കിലോ? എന്ന് വെച്ചാൽ എല്ലാം കെട്ടടങ്ങുന്നവരെ
വേദയോട് പറഞ്ഞിട്ടാണ് അവൻ മാറി നിൽക്കുന്നെങ്കിലോ ഒരുപക്ഷെ ഈ നാട്ടിൽ നിന്ന് മാറി മറ്റേതെങ്കിലും ഒരു സ്ഥലത്ത്. അങ്ങനെ ഒരു ബന്ധം അവർ തമ്മിലുണ്ടെങ്കിൽ അവിടെ നിന്ന് അവൻ മലയാളം വരുമ്പോഴേക്കും ഇവിടുന്ന് പോയത്. അങ്ങനെ ചോദിച്ചാ എനിക്കറിയില്ല വിശ്വട്ടാ. ആലോചിക്കുമ്പോ തല പെരുക്കുവാ. നീ കിടക്കാൻ നോക്ക്. നാളെ സ്റ്റേഷനിൽ ചെന്നിട്ട് ഇനി എന്താ ഉണ്ടാകാൻ പോകുന്നതെന്ന് ദൈവത്തിനറിയാം. അവിടേക്ക് പോകുന്നത് ആലോചിക്കുമ്പോ തന്നെ പേടിയാവുക. ഒന്നും ഉണ്ടാവില്ല. അവര് ചോദിച്ചാലും നമുക്കറിയാവുന്നതല്ലേ പറയാൻ പറ്റൂ. വിശ്വട്ടം കിടന്നോ, ഞാൻ അടുക്കളയിലെ പാത്രങ്ങളൊന്നും കഴിക്കില്ല. അതൊന്ന് തീർത്തിട്ട് വന്നേക്കാം. ഹലോ, ഇത് ഞാനാ ഇഷിത. ഇതേത് നമ്പർ? ഇങ്ങനെ ഒരു നമ്പർ കൂടിയുണ്ട്. പറയൂ, എന്താ പ്രത്യേകിച്ച്? അവിടെ എന്തെങ്കിലും പ്രശ്നമോ മറ്റോ? ഏയ്, ഇവിടെ പുറത്തൊന്നുള്ള പ്രശ്നമൊന്നുമില്ല. വിക്രമിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. വേദന അറിയാതിരിക്കാനുള്ള ഇഞ്ചക്ഷൻ ഞാൻ കൊടുത്തിട്ടുണ്ട്. പക്ഷെ മനസ്സിന്റെ വേദന മാറ്റാൻ അതിന് പറ്റില്ലല്ലോ. അതിനുള്ള മരുന്ന് നീ തന്നെ കൊടുക്കണം. നീ എന്തൊക്കെയാ പറയുന്നേ? പറയാനുള്ളത് എനിക്കല്ലെന്നേ. വെയിറ്റ് ചെയ്യ്, ഞാനിപ്പോ കൊടുക്കാം. ദാ, വേദ ലൈനിലുണ്ട്. ഇയാളുടെ ഫോൺ ഓൺ ചെയ്യണ്ട. പിന്നെ ഈ ഫോൺ ഇവിടുന്ന് പോകുന്നവരെ കൈ തന്നെ വെച്ചോ. വിളിക്കാനോ മെസ്സേജ് അയക്കാനോ ഇടയ്ക്കിടെ എന്നെ അന്വേഷിക്കണ്ടല്ലോ. ഹലോ. എന്താ വിക്രം, ഉറക്കം വരുന്നില്ലേ? ഇല്ല, എന്തു പറ്റി? ഓരോന്നൊക്കെ ആലോചിച്ചിരുന്നു പോയി. ഞാനും ഓരോന്ന് ആലോചിച്ചോണ്ടിരിക്കുകയായിരുന്നു. വേതാളത്തിന് ഇത്രമാത്രം ആലോചിക്കാൻ എന്താ ഉള്ളത്? അതിനാണോ കുറവ്? വിക്രമാദിത്യനെ പറ്റി തന്നെ ആലോചിക്കാൻ എന്തൊക്കെയുണ്ട്. എന്നെ പറ്റി എന്താ ഇത്രമാത്രം ആലോചിക്കാൻ? നിങ്ങളുടെ എടുത്തുചാട്ടം, നിങ്ങളുടെ പൊട്ടത്തരം, ബുദ്ധിയില്ലായ്മ, വിവരക്കേട്, നിങ്ങൾക്ക് പറ്റിയ അബദ്ധങ്ങൾ, അങ്ങനെ എന്തൊക്കെയുണ്ട്. നീ പിന്നെ ക്ഷമാശീല, സമർത്ഥ, ബുദ്ധിശാലി, സർവജ്ഞ, ഒരു അബദ്ധവും പറ്റാത്ത തങ്കക്കുടം. എന്നെ കുറിച്ചുള്ള ഇത്തരം സത്യങ്ങൾ പറയുമ്പോ നിങ്ങളുടെ ശബ്ദത്തിൽ എന്താ ഇത്ര പുച്ഛം? അയ്യടാ, അതൊക്കെ അപ്പോഴേക്കും ഒരു അംഗീകാരമായിട്ട് എടുത്തോ. സത്യം കേൾക്കുമ്പോ അത് സമ്മതിച്ചു അംഗീകരിച്ചും ശീലമായി പോയില്ലേ അക്രമാദിത്യം. അയ്യോ, ഈ നാവില്ലായിരുന്നെങ്കിലേ നിന്നെ വല്ല പരുന്ന റാഞ്ചി കൊണ്ട് പോയാൻ. വിക്രമിന്റെ ഒരു കുഴപ്പം ഇത്. എന്ത്? ചില സന്ദർഭങ്ങളിൽ പറഞ്ഞു തന്നെ ഒരേ ഡയലോഗ് തന്നെ റിപ്പീറ്റ് ചെയ്യും. നോ ഫ്രഷ്നെസ്, നോ ക്രിയേറ്റിവിറ്റി. അല്ലെങ്കിൽ ഇടിയന്മാർക്ക് എന്ത് ക്രിയേറ്റിവിറ്റി അല്ലേ? ഓ, ഇന്ന് ശരിക്കും നല്ല റോസ്റ്റിംഗ് മൂഡിലാണല്ലോ. അപ്പോ റോസ്റ്റഡ് ആയെന്ന് സമ്മതിച്ചു അല്ലേ? എങ്ങനെ നിർത്താം? ഫോൺ വെക്കണ്ട. പിന്നെ നേരം പോകുന്നില്ല. നമുക്ക് എന്തെങ്കിലുമൊക്കെ മിണ്ടിയും പറഞ്ഞൊക്കെ ഇരിക്കാം. നേരം കുറെ ആയില്ലേ വിക്രം? മരുന്നിന്റെയും ഇഞ്ചക്ഷന്റെയും ഒക്കെ ക്ഷീണം കാണും. ഉറങ്ങാൻ കിടന്നത്. അപ്പോഴാ നിന്നെ ഓർത്തത്. എന്റെ ഫോൺ തുറക്കരുതെന്ന് ഭവതിയുടെ സ്ട്രിക്റ്റ് ഓർഡർ ഉള്ളതുകൊണ്ട് അതീന്ന് വിളിക്കാത്തത്. അതേതായാലും നന്നായി. അപ്പോ വിക്രമിന് ഉറക്കം വരുന്നില്ല, സംസാരിക്കണം. എന്നാ പറ. എന്നിട്ട് പറ. എന്ത്? നോ സബ്ജക്ട്? എന്തൊക്കെയോ സംസാരിക്കണം തോന്നി. സംസാരിക്കാൻ തുടങ്ങുമ്പോ എന്താ പറയണ്ടെന്ന് അറിയില്ല. അത് നമ്മൾ ഇപ്പോഴുള്ള മൂഡ് മാറ്റാത്തതുകൊണ്ട്. ഏത് മൂഡ്? മൂഡല്ല, മോഡ്. MODE, മോഡ്. അതെന്താ? നമ്മൾ ഇപ്പോഴുള്ളതേ ഒരു കൂൾ ആൻഡ് മൈൽഡ് മോഡിലല്ലേ. അത് ഒരു ആംഗ്രി മോഡിലേക്ക് മാറ്റണം. അപ്പോഴേ റിയൽ വിക്രം വേതാളോ ആവൂ. പിന്നെ അങ്ങോട്ട് ലൈവ് ആയിരിക്കും. വേണ്ട, ഇപ്പൊ തല്ല് പിടിക്കാനുള്ള മൂടൊന്നുമില്ല. ആണോ? എന്നാണ്. എന്നിട്ട് എന്താ ചിരിച്ചത്? ഞാനൊരു കാര്യം ഓർത്ത് ചിരിച്ചത്. എന്താ? ഫോൺ ചെയ്യുമ്പോഴേ എന്നിട്ട് അത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നതേ ആരാ? പ്രേമിക്കുന്നവര് തമ്മിൽ സംസാരിക്കുമ്പോഴാണത്ര. അതും ജെൻസീസും ആൽഫാസും ഒന്നുമല്ല, നിങ്ങളെ പോലെയുള്ള മിലേനിയൽ ബോയ്സ്. എന്താ കാര്യം എന്നറിയോ? ഇല്ല. സംസാരിക്കാനുള്ള വിഷയം തീർന്നിട്ടുണ്ടാവും. അപ്പോഴും സംസാരം തുടരണമെന്നുണ്ടാവും. അപ്പൊ വരുന്ന വാക്കാണിത്. എന്നിട്ട് ശരിക്കും അങ്ങനെ ചോദിക്കുമ്പോ അവർ ഉദ്ദേശിക്കുന്നതേ പോവല്ലേ പോവല്ലേ എന്നാണത്ര. ആണോ? എന്നിട്ട്? അതെ, സംസാരിക്കാൻ വിഷയമില്ലാന്ന് പറഞ്ഞിട്ട്. ഇപ്പൊ നേരം വെളുത്തോട്ടോ. ഇനിയെങ്കിലും കുറച്ചു നേരം കിടന്ന് ഉറങ്ങിക്കോ. അവനെ ഒളിയിൽ പോകാൻ സഹായിച്ചത് അവന്റെ അച്ഛനും ചേട്ടന്മാരും. ഞാനൊരു ദുസ്വപ്നം കണ്ടു. എന്ത് സ്വപ്നം? ഒരു മൈതാനത്തിന് നടുക്ക് അച്ഛനാരോ കെട്ടിയിട്ടിരിക്കുന്നു. ചുറ്റും ആളുകളുണ്ട്. അവരച്ഛനെ കല്ലെറി